നമ്മുടെ ഡെസ്കിൽ നിന്ന് ഇന്നിസൈ പാടി വരും ഒന്ന് ഒന്ന് പാടിയ വായിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് യൂട്യൂബിൽ കുറെ കമന്റ്സും വരുന്നുണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു പാട്ടാണ് ഇന്നിസി പാഡിയോർ. ഓക്കെ. ഏകദേശം 32-36 മില്യൺ വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നത്. അതെ അല്ലേ? അടുത്തത് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടത് ചെയ്യും. അല്ലേ? അവരോട് കൂടെ ഫ്ലൂട്ട് വായിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ, അതൊന്ന്. പക്ഷെ ആദ്യത്തെ ദിവസം പഠനം നിർത്തിയോണ്ടാണ് ഞാൻ നോക്കിയാലോ? ആവശ്യപ്പെടാത്ത. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ ആദ്യത്തെ ദിവസം യൂട്യൂബിൽ ആവശ്യപ്പെടുന്ന മാത്രമല്ല എന്നെ സുഹൃത്തുക്കൾ കളിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ശ്വാസം വിട്ടിട്ട് മതി പാട്ട് പഠിക്കുന്നത്. പക്ഷെ വിധി ഇവിടെ കിടക്കുന്നുള്ള ആർക്കറിയില്ലല്ലോ. അതെ. ചിലപ്പോൾ ഇപ്പോൾ ചെയ്ത ജോലിയേക്കാൾ നന്നായി ഈ ഫ്ലൂട്ട് വാദനത്തിലേക്ക് എത്താൻ കഴിയുമായിരിക്കും. പക്ഷെ അതങ്ങനെ വേണ്ട. ഒരു വെല്ലുവിളിയാകും. പ്രത്യേകിച്ച് ഈ അപ്പിയറൻസ് കൂടെ ആവുമ്പളേ ആ ഫ്ലൂട്ട് ചുമ്മാ നിന്നാ മതി. നോക്കിയാ സ്റ്റേജിൽ ചുമ്മാ നിന്നാ മതി. ഫുള്ള് നമ്മുടെ നിർത്തി നോക്കാം. നമുക്ക് ഇന്നിസൈ പാടി വരും അല്ലേ? അതെ. ആ, ഈ എനിക്ക് സംശയമുള്ളത്, ഈ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വായിച്ചാണല്ലോ തൻ്റെ ആരാധകരെ ഒരു പരിധിവരെ സൃഷ്ടിച്ചത്, മീൻ കാമിനിമാരെ. കൃഷ്ണൻ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് എടുക്കാത്ത എന്തായിരിക്കും എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഒരു തബലവാദകനായിരുന്നെങ്കിൽ കൃഷ്ണൻ ഇതേപോലെ ആരാധകരെ സൃഷ്ടിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി പറ്റും. ഉണ്ടല്ലോ എത്ര. കാര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ സ്റ്റാർ ആണെങ്കിലും. അതെ. അപ്പം കണ്ണൻ്റെ ആയുധമാണല്ലോ ഈ പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുല്ലാങ്കുഴലിൽ മറ്റ് ഇൻസ്ട്രുമെൻസുകളെക്കാൾ അപേക്ഷിച്ച് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലേ? തീർച്ചയായിട്ടും. വേറെ ഒന്നും വേണ്ടല്ലോ. സൗണ്ട് സിസ്റ്റം വേണ്ട, വേറെ സാധനങ്ങളൊന്നും വേണ്ട. ആൾക്കൂട്ടത്തിന് നടുവിലും നിങ്ങൾക്കൊരു പുല്ലാങ്കുഴൽ അതിന് ഒരു മുളന്തണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു ആൾക്കൂട്ടത്തെ കയ്യിലെടുത്ത് നിങ്ങൾക്ക് ലഹരിയിലാക്കാം അല്ലേ? അതെ. അത് വലിയൊരു അനുഭവമാണ്. ഭയങ്കര അനുഗ്രഹം. വാദ്യോപകരണങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് വേണമെങ്കിൽ പറയാം. അതെ. ഏറ്റവും ശ്രേഷ്ഠം അല്ല ഈ പ്രത്യേകിച്ച് ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകൾ പെർക്യൂഷനുകളിലുണ്ട്, മറ്റേ ഏലത്താളം പോലെയുള്ളവയൊക്കെ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ബിജിപാലിനെ കുറിച്ച് പറഞ്ഞു. കുറേ സിനിമകൾ പിന്നീട് കണ്ടുമുട്ടിയതിന് ശേഷം ചെയ്ത സിനിമകളിലെല്ലാം രാജേഷും ഉണ്ട്. 90% 90% സിനിമകളിലും ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത, ഏറ്റവും ആസ്വദിച്ച് ചെയ്ത ബിജിപാലിൻ്റെ സംഗീതത്തിലെ പാട്ട് ഏതാണ്? വിജയൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം വായിച്ച പാട്ട്